നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാതെ നവാസ് യാത്രയായ ദുഃഖം പങ്കുവച്ചിരിക്കുകയാണ് സീമാജി നായർ. നവാസിന്റെ മരണമറിയുന്നത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്നും ആ നഷ്ടത്തെ നികത്തുവാൻ ഈശ്വരന്മാർക്ക് പോലും സാധിക്കില്ലെന്നും സീമ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. എന്റെ പേജിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എന്റെ ഫോട്ടോ ആണല്ലോ ഇടേണ്ടത്, അതുകൊണ്ട് മാത്രം ഈ ഫോട്ടോ ഇട്ട് എഴുതുന്നു. 2 ദിവസങ്ങളായി മരണങ്ങളുടെ ഘോഷയാത്ര. നവാസിൽ അത് തുടങ്ങി. നവാസിന്റെ മരണം അറിയുന്നത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ. അവസാനമായി ഒരു നോക്ക് കാണുവാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖം മനസ്സിൽ മാറി മാറി വരുന്നത് രഹനയുടെയും നവാസിന്റെയും മുഖം. രഹന എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നറിയില്ല. അത്രയ്ക്കും പാവം ഒരു കുട്ടി. ഇക്കഴിഞ്ഞ അമ്മയുടെ ജനറൽ ബോഡിയിലും ഞാൻ അതുവഴി നടക്കുമ്പോൾ എന്റെ സ്വരത്തിൽ വിളിച്ച് കളിയാക്കും. 2 ദിവസമായി ഉറങ്ങുവാനേ കഴിഞ്ഞിരുന്നില്ല. അതെത്തിയപ്പോൾ തന്നെ മകൻ വിളിക്കുന്നു, അവന്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റായി മരണപ്പെട്ടുവെന്ന്. അപ്പോൾ തന്നെ അറിയുന്നു കലാഭവൻ മണിച്ചേട്ടന്റെ സന്തത സഹചാരിയായിരുന്ന പ്രദീപ് മരിച്ചുവെന്ന്. ഇന്നലെ വൈകിട്ട് അറിയുന്നു സാനു മാഷ് അന്തരിച്ചുവെന്ന്. എല്ലാവരും അറിയുന്നവർ നമ്മുടെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒന്നേ ഉള്ളൂ. അത് ഓർക്കാപ്പുറത്തെത്തുന്ന ഒരുപാട് ജീവിതങ്ങളെ ഉലയ്ക്കുന്ന, മനസാക്ഷിയുടെ കണിക പോലുമില്ലാത്ത, ദയാദാക്ഷിണ്യങ്ങളില്ലാത്ത, മരണമെന്ന് പേരിട്ട് വിളിക്കുന്ന രംഗബോധമില്ലാത്ത കോമാളി. ഇന്നലെ ഫിലിം കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴും കാണുന്നവരെല്ലാം നവാസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്രതീക്ഷിതമായ വിടവാങ്ങലുകൾ ജീവിതത്തിൽ നികത്താനാകാത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നഷ്ടത്തെ നികത്തുവാൻ ഈശ്വരന്മാർക്ക് പോലും സാധിക്കുന്നില്ല. ഒരു മുഖവും മനസ്സിൽ നിന്ന് മായുന്നില്ലെന്നാണ് സീമാജി നായരുടെ വാക്കുകൾ. കലാഭവൻ നവാസിന്റെ മരണം സീമാജി നായരെ പോലെ തന്നെ മലയാളികൾക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് കാണാം അച്ഛ എന്ന തമാശ രൂപേണ പറഞ്ഞ് ലൊക്കേഷനിൽ നിന്ന് നവാസ് മടങ്ങുമ്പോൾ അത് തിരിച്ചു വരാത്ത പോക്കാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ ശബ്ദമിടറി പറഞ്ഞത്. പ്രകമ്പനം എന്ന സിനിമയുടെ നവാസിന്റെ അച്ഛന്റെ വേഷമായിരുന്നു കാസർഗോഡിന്റെ പ്രിയ നടൻ പി കുഞ്ഞികൃഷ്ണന്റേത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിനടുത്തുള്ള മനയിലായിരുന്നു ഈ ചിത്രീകരണം. വൈകിട്ട് 5:30 നവാസ് തന്റെ ഭാഗം പൂർത്തീകരിച്ച് മടങ്ങാനൊരുങ്ങി. 2 ദിവസം കഴിഞ്ഞാണ് തുടർന്നുള്ള ചിത്രീകരണം. വീട്ടിലേക്ക് പോകുവാനായി കാർ കഴുകുവാനുള്ള ഏർപ്പാട് ചെയ്ത് നവാസ് മുറിയിലേക്ക് പോയി. അപ്പോഴും ചിത്രീകരണം തുടർന്നു. തിരിച്ച് നവാസ് വരാത്തതിനെ തുടർന്നാണ് അന്വേഷിച്ചു പോയത്. രാത്രി 9 മണിയോടെയാണ് ലൊക്കേഷനിൽ വിവരമറിഞ്ഞതും. അതറിഞ്ഞ് എല്ലാവരും തകർന്നു പോയതായി കുഞ്ഞികൃഷ്ണൻ പറയുന്നു. തന്റെ പിതൃ സഹോദരനാണ് കലാഭവൻ ആബേലച്ചൻ. അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു നവാസ്. ഈ പ്രായത്തിൽ നവാസിന്റെ വിയോഗം ഞെട്ടലുണ്ടാക്കിയതായി ഡോക്ടറും പറയുന്നു. സെലിബ്രിറ്റികളുടെ നെട്ടോട്ടത്തോടെ ഹൃദയാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പുറമേക്ക് ആരോഗ്യവാനായ നവാസിന്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആരാധകരെ മാത്രമല്ല ഞെട്ടിച്ചത്. ആരെയും എപ്പോൾ വേണമെങ്കിലും തേടിയെത്താവുന്ന നിശബ്ദ കൊലയാളിയാണ് ഹൃദ്രോഗമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ വിയോഗം. ഹൃദ്രോഗത്തെ തുടർന്നുള്ള മരണനിരക്ക് അടുത്ത കാലത്ത് വർദ്ധിച്ചതായി ചില പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. തലച്ചോർ, കിഡ്നി, ശ്വാസകോശം ഉൾപ്പെടെയുള്ള വിവിധ അവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുവാൻ ഹൃദയത്തിലേക്ക് ശേഷിയില്ലാതെ ഹൃദയം നിലയ്ക്കുന്ന അവസ്ഥയാണ് ഈ ഹൃദയസ്തംഭനം. നടക്കുമ്പോഴോ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ഊർജ്ജക്കുറവ്, ക്ഷീണം, കാലിലും വയറിലും നീർക്കെട്ട് എന്നിവയെല്ലാം ഈ ഹൃദയസ്തംഭനത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ലക്ഷണങ്ങളാണ്. ധമനികളിൽ രക്തം കട്ടപിടിച്ച് ഹൃദയാഘാതമുണ്ടായവർക്കോ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ മുൻപ് ചെയ്തവർക്കോ ഹൃദയം നിലയ്ക്കുവാനുള്ള സാധ്യത അധികമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ദീർഘകാലത്തെ അനിയന്ത്രിത രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കാം. വൈറൽ പനിയെ തുടർന്ന് യുവാക്കളിലും ഹൃദയം നിലയ്ക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഇതിന് വൈറൽ മയോകാർഡിയസ്റ്റ് എന്ന് പറയുമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഡ്രുമാറ്റിക് ഹൃദ്രോഗമുള്ളവർക്കും ചെറുപ്പത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായേക്കാം. ECG, എക്കോ കാർഡിയോഗ്രാം, രക്തപരിശോധന എന്നിവയിലൂടെയാണ് ഹൃദ്രോഗ നിർണയം നടത്തുന്നത്. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് പരിശോധനയിലാണ് എക്കോ കാർഡിയോഗ്രാം കിഡ്നി സ്തംഭനം, കരൾ സ്തംഭനം, വിളർച്ച, തൈറോയ്ഡ് പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റു രോഗങ്ങളുടെ സാധ്യത തള്ളിക്കളയാനാണ് രക്തപരിശോധന നടക്കുന്നത്. ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി, വാൽവ് മാറ്റിവെക്കൽ പോലുള്ള ചികിത്സകളാകും രോഗാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ നിർദ്ദേശിക്കുക. രോഗം അതീവ ഗുരുതരമാണെങ്കിൽ ഹൃദയം മാറ്റിവെക്കുന്നതടക്കമുള്ള സാധ്യതകളും ഡോക്ടർമാർ പരിഗണിക്കും. ഹൃദ്രോഗികൾ ഹൃദയാരോഗ്യം നിലനിർത്തുവാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഈ വേഗത്തിലുള്ള നടത്തമുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാം. ഭക്ഷണത്തിൽ ഏറ്റവും കുറച്ച് മാത്രം ഉപ്പ് ഉൾപ്പെടുത്തുക. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആവശ്യമായ തോതിലൊക്കെ മാത്രം പാനീയങ്ങളും കുടിക്കുക. മരുന്നുകൾ യഥാസമയത്ത് കഴിക്കുവാൻ മറക്കരുത്. കൃത്യമായ ഇടവേളകളിൽ തന്നെ പരിശോധനകൾ നടത്തിയും ഡോക്ടറെ കണ്ടും ഹൃദയാരോഗ്യം മോശമല്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഈ ലക്ഷണങ്ങൾ വഷളാകുന്ന പക്ഷം ഡോക്ടറെ കാണുവാനും വൈകരുത്. നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് നവാസിന് ഹൃദയാഘാതം ഉണ്ടായതെന്നും ഇതിനു മുൻപും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്.
ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നായിരുന്നു നവാസ് കിടന്നത്. വാതിൽ പൂട്ടിയിരുന്നില്ല. നെഞ്ചുവേദന വന്ന ഹോട്ടൽ മുറിയിലേക്ക് പുറത്തിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടുവാൻ ശ്രമിക്കുന്നതിനിടെയാകാം കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം. വീഴ്ചയുടെ ആഘാതത്തിൽ തന്നെ ഈ തലയിൽ മുറിവുമുണ്ടായി. പ്രകമ്പനം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിന് പിന്നാലെയായിരുന്നു നവാസ് ഹോട്ടൽ മുറിയിലേക്ക് പോയത്. 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുവാനായി ഹോട്ടൽ റൂമിൽ എത്തിയതായിരുന്നു. കഴിഞ്ഞ 25 ദിവസമായി ഇതേ ഹോട്ടൽ മുറിയിലായിരുന്നു സിനിമയിലെ മറ്റു താരങ്ങൾക്കൊപ്പം നവാസ് കഴിഞ്ഞത്. രാത്രി 8 മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് നവാസ് അറിയിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും നവാസിനെ കണ്ടെത്തുമ്പോൾ ബോധമറ്റ നിലയിലായിരുന്നു. ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലായിരുന്നു നവാസിന്റെ ഖബറടക്കം നടന്നത്. കണ്ണീരോടെയാണ് സിനിമാ ലോകവും ബന്ധുക്കളും അടക്കം നവാസിന് വിട നൽകിയത്. ഇതിനിടെ മറ്റു ചില വിവാദങ്ങളും തലപൊക്കിയിട്ടുണ്ട്. ഒരു ഉദ്ഘാടന ചടങ്ങിൽ കാണികൾക്ക് മോട്ടിവേഷൻ നൽകുവാനായി നവാസിന്റെ സഹപ്രവർത്തകനായ നടൻ ആസിഫ് അലി നടത്തിയ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് ലാഘവത്തോടെ സംസാരിച്ചതിന് വ്യാപക വിമർശനമാണ് ആസിഫ് അലിക്ക് നേരെ ഉയർന്നത്. ആസിഫ് അലി സംസാരിക്കുന്നതിന്റെ അടക്കം വീഡിയോ പങ്കുവച്ചായിരുന്നു ഈ വിമർശനം. ഈ ഒരു അവസരത്തിൽ വേദിയിൽ ഇക്കാര്യം പറയാമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആസിഫ് അലി തുടങ്ങിയത്. ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ലൈഫിലെന്ന് അറിയില്ല. കഴിഞ്ഞ കുറച്ചു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു. അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഉള്ള സമയം അടിപൊളിയാക്കുക. കാണികൾക്ക് ഇത് കേട്ട് ആർത്ത് വിളിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കാണാം. പക്ഷേ ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി. നിരവധി പേരാണ് ആസിഫ് അലി വിമർശിച്ചത്. സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചിട്ട് മണിക്കൂറുകളെ ആയുള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ സംസാരിച്ച് മോട്ടിവേഷൻ നൽകുവാൻ എങ്ങനെ സാധിക്കുന്നുവെന്നാണ് പലരും ചോദിച്ചത്. ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും ഇത്തരം മരണ വാർത്തകൾ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ നൽകേണ്ടതില്ല എന്നാണ് പലരും പറയുന്നത്. കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ മരിച്ചതിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു ചോദ്യങ്ങൾ. കുറച്ച് വിവേകം കാണിക്കുവാനുള്ള സമയം, പക്വതയില്ലാത്ത സംസാരം എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ. ആസിഫ് തങ്ങളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ മോശമായി. സിനിമയിലും സ്റ്റേജ് പെർഫോമൻസും കണ്ടേ നമുക്ക് അദ്ദേഹത്തെ പരിചയമുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. താങ്കൾ ഒരു സഹപ്രവർത്തകനോട് കാണിച്ച രീതി ശരിയായില്ല, വളരെ മോശം. പ്രത്യേകിച്ച് താങ്കൾ തന്നെ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തുവെന്ന്. എന്നിട്ടും താങ്കൾ കാണിച്ച രീതി ശരിയായില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം. നവാസിനെ ഖബറിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. നിനക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി വർത്താനം പറയില്ലായിരുന്നു. മരിച്ചിട്ട് 3 ദിവസം പോലും ആയിട്ടില്ല. ആ കുടുംബം എങ്ങനെയാണോ ഇതൊക്കെ ഉൾക്കൊള്ളുക? ഒരു കല്യാണ വീട്ടിലേക്കോ അതല്ലെങ്കിൽ മരണസമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയാത്ത ചില മനുഷ്യക്കോലങ്ങൾ എന്നാണ് കമന്റുകൾ ഉയർന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.